മണിപ്പൂർ സംഘർഷത്തിൽ രാഷ്ട്രപതിയുടെ ഇടപെടൽ തേടി കോൺഗ്രസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തയച്ച അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. ബസന്ത് വിവരങ്ങളാണ്. ബസന്ത്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ മണിപ്പൂർ വിഷയം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇതുവരെയും ഒരു പരിഹാരവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസങ്ങളായി വീണ്ടും സംഘർഷഭരിതമായിക്കൊണ്ടിരിക്കുന്നു. അർജുൻ പിതാപനാണ് വിവരങ്ങൾ നൽകുക. അർജുൻ, കോൺഗ്രസ് എങ്ങനെയാണ് ഇടപെടുന്നത്? കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും നീക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം അമിത്ഷാ പ്രത്യേക യോഗമൊക്കെ വിളിച്ചിരുന്നതാണല്ലോ. തീർച്ചയായിട്ടും നോക്കൂ ദിവിഷ്, ഇവിടെ 70 അധിക സായുധ സംഘ സേനകൾ, അത് കേന്ദ്ര സേനയാണ്. അവരെ വിന്യസിച്ചിട്ടുണ്ട്. അടുത്ത ഒരാഴ്ചക്കകം തന്നെ മണിപ്പൂരിൽ ഈ സേനാ വിന്യാസം പൂർത്തിയാക്കുമെന്നുള്ള കാര്യം കേന്ദ്രവും അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, കേന്ദ്ര ഇടപെടൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ള കാര്യം വലിയ രീതിയിൽ ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആരോപണം തന്നെയാണ് ഈ മഹാരാഷ്ട്ര അതുപോലെ തന്നെ ജാർഖണ്ഡിൻ്റെ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് വീണ്ടും മണിപ്പൂരിൽ ഉണ്ടായിരിക്കുന്നതും അതിൽ ചോദ്യശരങ്ങൾ നേരെ കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ സംസ്ഥാനത്തെ മണിപ്പൂർ സർക്കാരിന് നേരെയും എന്തായാലും ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ എന്തായാലും രാഷ്ട്രപതിക്ക് കത്തയച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്നലെയും 2 യോഗങ്ങൾ, അത് ഒന്ന് ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിലായിരുന്നു, രണ്ടാമത്തേത് മണിപ്പൂരിൽ മുഖ്യമന്ത്രി N ബീരൻ സിംഗിന്റെ നേതൃത്വത്തിലും ചേർന്നിരുന്നു. ഈ വീണ്ടും ഉണ്ടാവുന്ന ഈ അക്രമ സംഭവങ്ങളിലെ ഒരു വീണ്ടും മൂർച്ഛിച്ച സാഹചര്യത്തിൽ തന്നെയായിരുന്നു. ഈ ഘട്ടത്തിൽ എന്തായാലും വീണ്ടും ഉണ്ടായിരിക്കുന്ന ഈ സംഘർഷങ്ങൾ അത് ഇല്ലാതാക്കി, അല്ലെങ്കിൽ അതിനെ ഒരു സമാധാന തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള രീതിയിൽ അതിൽ ചർച്ച നടത്തി ഒരു പരിഹാരം കണ്ടെത്തുക എന്നതിൽ കേന്ദ്ര സർക്കാരിന് വലിയ രീതിയിൽ അത് ആവശ്യമുള്ളതാണ്. അത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും കേന്ദ്ര തലത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയും മണിപ്പൂരിൽ പോകണമെന്നുള്ള ആവശ്യം, കാരണം കഴിഞ്ഞ 19 മാസമായിട്ട് ഈ കലാപം നടക്കുന്നു. അപ്പോഴൊന്നും തന്നെ ഒരു വട്ടം പോലും അദ്ദേഹം അവിടെ എത്തിയിട്ടില്ല. വീണ്ടും ആ ഒരു ആരോപണം കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളും കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോകണമെന്നും അവിടുത്തെ സ്ഥിതിഗതികൾ നേരിട്ട് കണ്ട് വിലയിരുത്തി അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത്. അതിനിടയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായതെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഈ യോഗം ചേർന്ന് അവിടെ MLA-മാരും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും, അതായത് സംസ്ഥാന സർക്കാർ ഒരു പ്രമേയം കൂടി പാസ്സാക്കിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ കുക്കി സായുധ സംഘങ്ങളെ, അത്തരത്തിലുള്ള സംഘങ്ങളെ നിയമവിരുദ്ധ സംഘടനകളായി കണക്കാക്കണം, അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കണം എന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടൊരു പ്രമേയം കൂടി മണിപ്പൂർ സർക്കാർ പാസ്സാക്കിയിട്ടുണ്ട്.